ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ചിക്കൻ ഗ്രേവിയുടെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് ചിക്കൻ കറീനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ ഗ്രേവിയാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ, കുബൂസിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കറിയും അതുപോലെ തന്നെ മസാലയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുറച്ചാൽ മതി. അതുപോലെ തന്നെ കുറച്ചധികം തന്നെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. നമ്മുടെ നല്ല മസാലയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന, അതുപോലെ തന്നെ മല്ലിച്ചപ്പ് രണ്ടും കൂടി അരിഞ്ഞത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2-3 ടീസ്പൂൺ മുളക് പൊടി, സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് തൈര്, ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം സുർക്കയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ സുർക്ക ഒഴിച്ചിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇട്ട് വെക്കണം. അപ്പോൾ നമ്മുടെ കോഴിയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മാരിനേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമുക്കിങ്ങനെ വരഞ്ഞു കൊടുക്കണം കേട്ടോ, എങ്കിലേ മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. എല്ലാ ഭാഗത്തും ഞാനിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 2 കിലോൻ്റെ താഴെയുള്ള ചിക്കനാണ് കേട്ടോ. അധികം വലിയൊരു ചിക്കൻ എടുക്കരുത് നമ്മൾ, വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ചെറിയൊരു 1.5-2 കിലോൻ്റെ ഉള്ളിലുള്ള ചിക്കൻ എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതാ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല തേച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. പുളി ഇത്തിരി കുറവ് പോലെ തോന്നി, അപ്പോൾ 2 നാരങ്ങ പൊട്ടിച്ചിട്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. മാരിനേഷനൊക്കെ കഴിഞ്ഞു. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് പിടിക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ, എന്നെങ്കിലേ മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉച്ച ആയപ്പോഴാണ് ഞാനിത് മാരിനേഷൻ ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ ഈ ചിക്കൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്നും പുറത്ത് വെക്കണം കേട്ടോ. ആ തണുപ്പൊന്ന് മാറി കിട്ടട്ടെ. ഇനി ഒരു കുക്കർ എടുത്ത് സ്റ്റവിലേക്ക് വെക്കുക. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാവട്ടെ. നമ്മുടെ ചിക്കൻ്റെ കാല് രണ്ടും പിടിച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു നൂല് ഉപയോഗിച്ചിട്ട് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ചിക്കൻ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇറക്കി വെച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി അടച്ചു വയ്ക്കാം. വെയിറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെയിറ്റ് ഇട്ടിട്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കേട്ടോ. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കുക. എന്നിട്ടൊന്ന് തുറന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക.
ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. തുറന്ന് നോക്കിയിട്ട് ഏകദേശം ആയോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് മാക്സിമം നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ ഓരോ കോഴിയുടെ വേവ് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഏകദേശം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി വേവിക്കേണ്ടുള്ളൂ. അപ്പോൾ അടച്ച് വെച്ച് വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അധികമായിട്ട് വേവിച്ചാൽ നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഇനി ഒരു പാന് വയ്ക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ഈ ഓയിൽ തന്നെയാണ് നേരത്തെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വെള്ളം ഓയിലും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഇതുണ്ടല്ലോ, അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ, സാദാ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു പകുതി സബോളയാണ് ഞാൻ കട്ട് ചെയ്തത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്കുള്ള കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ആവശ്യമുണ്ടെങ്കിൽ, നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടിയിട്ടുള്ളതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ, ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഞാൻ ഗ്രേവി ആക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വെള്ളം, അതായത് ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രേവി ആക്കാനാണ്. നമ്മൾ കുബൂസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുബൂസിലാണ് ഞാനത് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ സോസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ക്യാപ്സിക്കം അധികം വേവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ച് വന്നാൽ മതി കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. ഈ സ്റ്റോക്ക്, അതായത് ഈ ഗ്രേവി ഒന്ന് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക. 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ അധികം ഇടണ്ട, കരിഞ്ഞു പോകും ചിലപ്പോൾ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഗ്രേവിയും അതുപോലെ തന്നെ ഫുൾ ചിക്കനും നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 സൈഡും ഇതാ മറിച്ചിട്ടിട്ട് വേവിക്കുന്നുണ്ട്, അതായത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിടയ്ക്ക് ഈ ഒരു ഗ്രേവിയും അതൊക്കെ ഈ ചിക്കനിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. ഏകദേശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഫുൾ ചിക്കൻ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ മസാലയുടെയും അതുപോലെ തന്നെ ക്യാപ്സിക്കും എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അധികം ടൈമൊന്നും ഇത് എടുത്തിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഞാൻ അധികം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് വേറെ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റോക്കും എല്ലാം നമ്മൾ ഗ്രേവി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇതിലും പുതിയൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.